ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് സ്പിന്നിങ് റീലും ബെയ്റ്റ് കാസ്റ്റർ റീലിനെ കുറിച്ചുള്ള ഒരു സ്പെസിഫിക്കേഷന്റെ വീഡിയോ ആണ്. നമ്മുടെ കയ്യിൽ ഒരു 5 ബെയ്റ്റ് കാസ്റ്റർ റീലും ഒരു സ്പിന്നിങ് റീലും ഉണ്ട്. ഇതിന് ഡിഫറൻസ് ആയിട്ടുള്ള ഗിയേഴ്സും അതിന്റെ ഡ്രാഗ് സിസ്റ്റവും എത്ര kg ഡ്രാഗ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക, എത്ര ഗിയേഴ്സ് റേഷ്യോസ് ഏതൊക്കെയാണ്, ഇതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏത് റീലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമന്റ് ചെയ്യുക. എന്തുകൊണ്ടാണെന്നും കൂടി കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഷിങ്ങിലേക്ക് താല്പര്യമുള്ളവർക്ക് അത് റീഡ് ചെയ്യുമ്പോൾ അവർക്ക് ഏത് റീലാണ് അവർക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് വാല്യുബിൾ ആയിട്ടൊരു കമന്റ് ആയിരിക്കും. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റത്തെ റീല് ഷിമാനോൻ്റെ കുറാഡോ 200 XG ആണ്. ഇത് ഒരു ബെയ്റ്റ് കാസ്റ്റർ റീലാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഗിയർ റേഷ്യോ വരുന്നത് 8:5:1 ആണ്. ഡ്രാഗ് കപ്പാസിറ്റി kgയിൽ വരുന്നത് 5.5 kg ഡ്രാഗ് ആണ്, അല്ലെങ്കിൽ 12 lbs എന്നാണ് നമ്മൾ പറയുന്ന പോലെ അതാണ് അതിൻ്റെ ഡ്രാഗ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡ്രാഗാണ് അതിന് വരുന്നത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെയ്റ്റിൻ്റെ വെയ്റ്റ് ഒരു 200+ വെയിറ്റ് വരെ, നമുക്ക് ഗ്രാം വെയിറ്റ് വരെ പോകാൻ പറ്റും. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റീൽ തന്നെയാണിത്. സീലും ഫ്രഷ് വാട്ടറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെയ്റ്റ് കാസ്റ്റർ റീൽ തന്നെയാണിത്. ഷിമാനോ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻസിൻ്റെ ഇമേജ്, ആ ബോക്സിലുള്ള ഇമേജാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ റീൽസും നമ്മൾ ഇതിൽ വീഡിയോയിൽ ചെയ്യുന്നതിൻ്റെയും ഓരോന്നിൻ്റെയും എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓരോ റീൽസും ഡിഫറെൻ്റ് ആണ്. ഓരോന്നിന് കപ്പാസിറ്റി കൂടുതലുള്ളതുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കോസ്റ്റും വരുന്നത്. ഞാൻ മുൻപ് പറഞ്ഞുള്ള പോലെ തന്നെ നമ്മൾ ഷിമാനോൻ്റെ ഒരു റീൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വാറണ്ടി കാർഡും സ്പെസിഫിക്കേഷൻ കാർഡും എല്ലാം ആ ബോക്സിലുണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അത് അതിൻ്റെ വാറണ്ടി കിട്ടുന്നതിനും അത് ഒറിജിനലാണെന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. എന്നാലും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കാൻ വേണം, കാരണം പലതരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് ഒറിജിനൽ ആണെന്നുള്ളത് നന്നായി കൺഫേം ചെയ്തിട്ട് തന്നെ വാങ്ങിക്കണം. രണ്ടാമത്തെ ബെയ്റ്റ് കാസ്റ്റർ റീലാണ് ട്രാനെക്സ് 151 XG എന്ന് പറയുന്നത്. അതിന് 7:2:1 ആണ് ഗിയർ റേഷ്യോ വരുന്നത്. ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി വരുന്നത് 5.5 കൂടുതലാണ്. അതായത് 6 kg ആണ് ഇതിന് 13 lb. അതായത് നമ്മൾ നേരത്തെ കണ്ട റീലിനെക്കാട്ടിയും കുറച്ചും കൂടിയും കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഡ്രാഗാണ് ഇതിനുള്ളത്. അതേപോലെ 190 grams ആണ് ഇതിൻ്റെ വെയിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിതിന് മുൻപ് കണ്ട റീലിനെക്കാട്ടിയും കുറച്ചും കൂടിയും വെയിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് കുറവാണ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് മുൻപ് കണ്ടതിന് 200+ ആണ്, ഇതിന് 190 grams ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വളരെ സ്മൂത്തായ ഒരു റീലാണിത്. പിന്നെ വെയിറ്റ് വളരെ കുറവാണ്. പിന്നെ ഭയങ്കര സ്ലീക്കാണ്. നമ്മൾ സ്പിന്നിങ് റീലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ബോക്സിൽ വളരെ സ്മൂത്തായിട്ട് വെക്കാൻ പറ്റും. നല്ല ഒരു ഡിസൈനാണ്. അതുപോലെ അതിൻ്റെ സൈസ് ഭയങ്കര ഒരു സ്ലീക്കാണ്. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ളത് കുറാഡോ 301 HG എന്ന് പറയുന്ന ഒരു സ്പിന്നിങ് റീലാണ്. ഇതിൻ്റെ ഗിയർ റേഷ്യോ വരുന്നത് 6:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ്. അതുപോലെ നമുക്ക് ഡ്രാഗ് കപ്പാസിറ്റി വരുന്നത് kgയിൽ 8 kg ആണ്. അതായത് നമ്മൾ മുൻപ് കണ്ട 2 റീലിനേക്കാളും കൂടുതൽ ഡ്രാഗ് കപ്പാസിറ്റി ഉള്ളതാണ് കുറാഡോ 301 HG എന്ന് പറയുന്നത്. 8 kg ആണ്. ഓൾമോസ്റ്റ് 2 kg ഡിഫറൻസ് ഉണ്ട്. 18 lb ആണ് അതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് അത് വളരെ കൂടുതലാണ്. 305 grams ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു റീലാണിത്. ഇത് നമുക്ക് ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ ഇതിൻ്റെ സൈസിൽ വലിയ ഡിഫറൻസുകളൊന്നും ഇല്ല എങ്കിൽ തന്നെയും അത് പവർഫുള്ളാണ് എന്നുള്ളത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു.
ഇത് ഒരു സ്പിന്നിങ് റീലാണ്. സ്റ്റാഡിക് C5000XG എന്ന് പറയുന്ന ഒരു സ്പിന്നിങ് റീലാണ്. നമ്മൾ മുൻപ് കണ്ടതെല്ലാം ഒരു ബെയ്റ്റ് കാസ്റ്റർ റീൽസ് ആയിരുന്നു. ഇത് അതിൽ നിന്ന് ഡിഫറൻസ് ആയിട്ട് സ്പിന്നിങ് റീലാണ്. ഇതിൻ്റെ ഗിയർ റേഷ്യോ വരുന്നത് 6:2:1 ആണ്. നമ്മൾ മുൻപ് കണ്ട ബെയ്റ്റ് കാസ്റ്റർ റീൽസുകളെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിന്നിങ് റീലാണ്. ഇതിന് 11 kg ആണ് ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി വരുന്നത്, 24 lb. പിന്നെ അതുപോലെ തന്നെ 290 grams വെയിറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ബെയ്റ്റ് കാസ്റ്റർ റീൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പിന്നിങ് റീൽസ് എപ്പോഴും കുറച്ച് ബൾക്കി ആയിരിക്കും. അത് നമുക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബാഗിൽ വെക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ബെയ്റ്റ് കാസ്റ്റർ റീലാണെങ്കിൽ വളരെ സ്ലീക്കാണ്, സ്പിന്നിങ് റീലാകുമ്പോൾ കുറച്ച് ബൾക്കിയായിട്ടിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നുള്ളൂ. യൂസ് ചെയ്യാൻ എപ്പോഴും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പിന്നിങ് റീലാണ്. ബെയ്റ്റ് കാസ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ അത് കുറേ കൂടിയും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി സ്പിന്നിങ് റീൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബെയ്റ്റ് കാസ്റ്റർ റീൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നത്. പക്ഷെ നമ്മളതൊന്ന് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബെയ്റ്റ് കാസ്റ്റർ റീലാണ് കുറേ കൂടി പ്രിസിഷൻ കിട്ടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഷിമാനോൻ്റെ Tranex 201HG എന്ന് പറയുന്ന ഒരു ബെയ്റ്റ് കാസ്റ്റർ റീലാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ബെയ്റ്റ് കാസ്റ്റർ റീൽസിൻ്റെ പോലെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള റീലാണ്. അതിന് 7:2:1 ആണ് ഇതിൻ്റെ ഗിയർ റേഷ്യോ വരുന്നത്. 6 kg ആണ് ഡ്രാഗ് വരുന്നത്, 13 lb. പിന്നെ 240 grams വെയിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നേരത്തെ കണ്ട ബെയ്റ്റ് കാസ്റ്റർ റീൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആ സെയിം തന്നെ. ആദ്യത്തെ 2 റീലിൻ്റെ സെയിം പോലെയായിട്ടുള്ള ഒരു റീൽ തന്നെ Tranex 201HG എന്ന് പറയുന്ന ഷിമാനോ റീൽ. ഇതിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല എങ്കിൽ പോലും കോസ്റ്റിൽ ചിലപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇൻറ്റേർണലി യൂസ് ചെയ്തിട്ടുള്ള ഗിയർസിനും മെറ്റീരിയൽസും അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ സെയിം സ്പെസിഫിക്കേഷനുള്ള 2 പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാവാം. അത് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സുകളിൽ വന്നിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ക്വാളിറ്റി കൂടുതലുള്ളതിന് കോസ്റ്റ് കുറച്ച് കൂടും, ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ് സ്പെസിഫിക്കേഷൻസ് ഈക്വലി പിടിക്കുന്നതിനാണെങ്കിൽ അതിന് കോസ്റ്റ് കുറച്ച് കുറയും എന്നുള്ള പോലെ. എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, എന്തിനാണ് ഇങ്ങനെ HG SG അങ്ങനെ ഓരോരോ സ്പെസിഫിക്കേഷൻസിലുള്ളത് സെയിം നെയിമിൽ തന്നെ ഇറക്കണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോസ്റ്റിൽ സെയിം സ്പെസിഫിക്കേഷൻസിലൊക്കെ ഇറക്കണമെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്, ബിസിനസ് ട്രിക്സ് ആയിരിക്കും. അത് 2 തരത്തിലുള്ള ആൾക്കാരെയും കവർ ചെയ്യണമല്ലോ. കോസ്റ്റ് കൂടുതൽ വാങ്ങുന്ന ആൾക്കാരെയും കോസ്റ്റ് കുറഞ്ഞുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാരെയും. അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഷിമാനോയുടെ Tranex 301 എന്ന് പറയുന്ന ഒരു ബെയ്റ്റ് കാസ്റ്റർ റീൽ തന്നെയാണ്. ഇതിന് ഗിയർ റേഷ്യോ വരുന്നത് 5:8:1 ആണ്. പിന്നെ നമുക്ക് 10 kg ആണ് ഇതിൻ്റെ ഡ്രാഗ്, 22. അത്യാവശ്യം നല്ല ഒരു ഡ്രാഗ് ഉണ്ട്. പക്ഷേ ഗിയർ റേഷ്യോയിൽ 5:8:1 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു റീൽ തന്നെയാണിത്. നമുക്ക് സീ വാട്ടറിലും ഫ്രഷ് വാട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഡ്രാഗ് ഉണ്ട്, 10 kg ആണ് ഡ്രാഗ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ 5 ബെയ്റ്റ് കാസ്റ്റർ റീലും ഒരു സ്പിന്നിങ് റീലിനും കുറിച്ചാണ് നമ്മുടെ സ്പെസിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞത്. ഇതിലേത് റീലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കമൻസ് വായിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റീലെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.